നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇക്കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് എന്നാണ് വരാൻ പോകുന്നത്? മക്കളെ, ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നിലവിലുള്ള കട്ട് ഓഫും, അതായത് ഇനി വരാനിരിക്കുന്ന കട്ട് ഓഫും തമ്മിലുള്ള അനാലിസിസ് ആണ്. അപ്പൊ ഇതും കൂടി വെച്ചിട്ട് എപ്പോഴത്തേക്കായിരിക്കും ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ളത്, എപ്പോഴ് പ്രതീക്ഷിക്കാം, പഠിച്ചു തുടങ്ങണോ ഇപ്പോഴേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെഷനിൽ ഒന്ന് പരിശോധിക്കാം. മക്കളെ നോക്കിയേ, കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ തന്നെ 2 നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് KSFE, KSEB ഉൾപ്പെടുന്ന ഗ്രേഡ് 1 പോസ്റ്റുകളുടെ അസിസ്റ്റന്റ് തസ്തികയും, രണ്ടാമത്തത് KSRTC, കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഗ്രേഡ് 2 വരുന്ന പോസ്റ്റുകളുമാണ്. ഇതില് KSFE, KSEB ഒക്കെ ആണെങ്കിൽ, അതായത് 26/2022 കാറ്റഗറി നമ്പർ ആയിരുന്നുവെങ്കിൽ 39.07 ആയിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ്. 39.07 ആയിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ്. അന്ന് 50,800 പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ക്ലിയർ ആണോ? 50,800 പേരെയാണ് അന്ന് ഇതിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് KSRTC ഉൾപ്പെടുന്ന രണ്ടാമത്തെ ലിസ്റ്റ് ആണ് എങ്കിൽ, അതായത് 653/2021 കാറ്റഗറി നമ്പർ ആണ് എങ്കിൽ 37.64 ആയിരുന്നു കട്ട് ഓഫ്. 37.64, 48,000 പേരെയാണ് അന്ന് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, 50,000 പേരോളം എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടും കൂടി വന്നിട്ടുണ്ട്. രണ്ടും കൂടി ചേർത്താണെങ്കിൽ ഏതാണ്ട് 90,000 പേര് വന്നിട്ടുണ്ട്. അത് പോട്ടെ, മൊത്തത്തിൽ നമ്മൾ ഏകദേശം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ 50,000 മുതൽ 60,000 പേര് വരെ അതിന്റെ പ്രിലിംസ് പരീക്ഷ എന്ത് ചെയ്തു? പാസ് ആയിട്ടുണ്ട്. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലോ 486/2022 കാറ്റഗറി നമ്പർ ആണെങ്കിൽ 50.59 ആയിരുന്നു അന്നത്തെ കട്ട് ഓഫ്. 38,000 പേരെയാണ് അന്ന് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 38,000 പേരെയാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ക്ലിയർ ആണോ? മക്കളെ നോക്കിയടാ, നിലവിലത്തെ റാങ്ക് കട്ട് ഓഫും ഇനി വരാനിരിക്കുന്ന എക്സാക്ട് കട്ട് ഓഫ് എത്രയാണ്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ KSFE, KSEB പോലെയുള്ളതാണ് എങ്കിൽ ഏതാണ്ട് മക്കളെ 45,000 മുതൽ 55,000 വരെ ആളുകളെ ഉൾപ്പെടുത്തിയേ പറ്റൂ. 45,000 മുതൽ 55,000 വരെ ആളുകളെ ഉൾപ്പെടുത്തിയേ പറ്റൂ. 40നും 45നും ഇടയിൽ ഒരു കട്ട് ഓഫ് വരാനാണ് സാധ്യത കൂടുതലുള്ളത്. ഇനി നോക്കിയേ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് KSRTC ഉൾപ്പെടുന്ന ലിസ്റ്റ് ആണെങ്കിലോ 37.64 ആണ്. 37.64 ആണ് നിലവിലെ കട്ട് ഓഫ്. അത് ഏതാണ്ട് 45,000നും 50,000നും ഇടയിൽ ആളുകളെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. 40നും 50നും ഇടയിൽ കട്ട് ഓഫ് തന്നെ അതിനും എന്ത് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ 50.59 ആണ്. ഏതാണ്ട് 35,000 മുതൽ 45,000 പേരെ വരെയാണ് ഏകദേശം ഉൾപ്പെടുത്തേണ്ടി വരിക. 45നും 55നും ഇടയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഇതിൽ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി എന്ന് വരാം. കാരണം എന്താ? ഫൈനൽ കീ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഫൈനൽ കീ ഒരു സ്റ്റേജിന്റെയും, സ്റ്റേജ് 1ന്റെയും വന്നിട്ടില്ല, സ്റ്റേജ് 2ന്റെയും വന്നിട്ടില്ല, സ്റ്റേജ് 3യുടെയും വന്നിട്ടില്ല. അപ്പൊ ഫൈനൽ കീ വരേണ്ടതുണ്ട്. അപ്പൊ ഇനിയും വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ഫൈനൽ കീ വരണം. ഓരോ സ്റ്റേജിന്റെയും 3 സ്റ്റേജിന്റെയും ഫൈനൽ കീ വരണം. സ്റ്റേജ് 1, 2, 3 എത്ര ഡിലീഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഫൈനൽ കീ വരാനായിട്ടുണ്ട്. അതിനുശേഷമാണ് മക്കളെ ഷോർട്ട് ലിസ്റ്റ് വരിക. എത്ര പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആർക്കൊക്കെ മെയിൻസ് പരീക്ഷ അപ്ലൈ ചെയ്യാനായിട്ട്, പരീക്ഷ എഴുതാനായിട്ട് പറ്റുമെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള എപ്പോഴേ വരുള്ളൂ? ഫൈനൽ കീ വന്നിട്ട് വരുള്ളൂ. അപ്പൊ ഫൈനൽ കീ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു വീക്കിനുള്ളിൽ തന്നെ, 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ആദ്യത്തെ സ്റ്റേജിന്റെ ഫൈനൽ കീ ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഒരു 1-1.5 ആഴ്ച കൊണ്ട് ഫൈനൽ കീ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഈ മാസം അവസാനം ജൂൺ ലാസ്റ്റിലേക്കോ ജൂലൈ ആദ്യത്തേതിലേക്കോ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഷോർട്ട് ലിസ്റ്റുകൾ പ്രതീക്ഷിക്കാം. ഓരോ പോസ്റ്റുകളുടെയും ഷോർട്ട് ലിസ്റ്റുകൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ക്ലിയർ ആണോ? ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് പഠിക്കുക? ജൂലൈ മാസം ആദ്യമാണ് വരുന്നതെന്ന് വിചാരിച്ചു. ജൂലൈ മാസം ഫസ്റ്റ് വീക്കിൽ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഒരു 30 ദിവസം പഠിക്കാൻ കിട്ടുന്നുണ്ട്. ഓഗസ്റ്റ് മാസവും നിങ്ങൾക്ക് എത്ര ദിവസം കിട്ടുന്നുണ്ട്? 30 ദിവസം കിട്ടുന്നുണ്ട്. സെപ്റ്റംബറിൽ ഏകദേശം പരീക്ഷ കാണും. അങ്ങനെയാണെങ്കിൽ 60 ദിവസമാണ് പിന്നീട് നിങ്ങളുടെ മുൻപിൽ പഠിക്കാനായിട്ട് കിട്ടുക. അതേസമയം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വെയിറ്റ് ചെയ്യാതെ ഈ മാർക്ക് റേഞ്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ എന്താ ബെനിഫിറ്റ്? മക്കളെ നോക്കിയടാ, ഇതിന്റെ കൂട്ടത്തില് ജൂൺ മാസത്തെ സമയം കൂടി കിട്ടും. ഇന്ന് ജൂൺ മാസം ഏതാണ്ട് 14 ആയിട്ടുള്ളൂ. ഇനിയും ഈ മാസം 15 ദിവസം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ എത്രയാ മക്കളെ? 75 ദിവസം കിട്ടുകയാണ്. 75 ദിവസം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ
പ്രിപ്പയർ ചെയ്തു പോവാനായിട്ടുള്ള, റിവിഷൻ ചെയ്യാനായിട്ടുള്ള, മോക്ക് എക്സാമുകൾ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും. അതുകൊണ്ട് കട്ട് ഓഫ് റേഞ്ച് ഏകദേശം ക്ലിയർ ചെയ്യുമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമയം നിങ്ങൾ എന്ത് ചെയ്യരുത്, വേസ്റ്റ് ആക്കി കളയരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മക്കളെ, അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ബാച്ച് റണ്ണിങ് ആണ്. ബാച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. നമ്മുടെ സെക്കൻഡ് ബാച്ച് ആണ്. അതും ഉടനെ തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. 2499 രൂപ മാത്രമാണ് ബാച്ചിലേക്കുള്ള ഫീ. എന്തൊക്കെയാണ് ഈ ബാച്ചിൽ കിട്ടുക മക്കളെ? നിങ്ങൾ ഏത് ബാച്ച് ചൂസ് ചെയ്താലും, നിങ്ങൾ സൂപ്പർ നോട്ട്സിന്റെ ആയിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോമിലെ ബാച്ച് നിങ്ങൾ ചൂസ് ചെയ്താലും ഈ കാര്യങ്ങൾ ഉറപ്പ് വരുത്തിക്കണം. നിങ്ങളുടെ സമയത്തിന് വാല്യൂ തരുന്നുണ്ടോ? നിങ്ങളുടെ സമയം കളയുന്ന രീതിയിൽ ചുമ്മാ കത്തിയടിച്ച് കളയുന്ന ക്ലാസ്സുകളാണോ? PDF നോട്ടുകൾ, നോട്ട് എഴുതിച്ച് സമയം കളയുന്നുണ്ടോ? PDF നോട്ടുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടോ? പ്രിന്റബിൾ ഫോർമാറ്റ് തരുന്നുണ്ടോ? അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് തരുന്നുണ്ടോ? എക്സാമുകൾ തരുന്നുണ്ടോ? റിവിഷൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് തരുന്നുണ്ടോ? കൃത്യമായിട്ട് നിങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ജോയിൻ ചെയ്യുക. ഇതെല്ലാം നമ്മുടെ ബാച്ചിലുണ്ട്. 2499 രൂപയ്ക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, ഈ പറയുന്ന 3 ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ 8281223366 ഈ നമ്പറിലേക്ക് വിളിച്ചോണം. 8281223366 പറഞ്ഞ നമ്പറിലോട്ട് വിളിച്ചോ. ഇനി അതല്ല എങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താലും മതി. അല്ലെങ്കിൽ നേരെ ആപ്പിൽ കയറി പർച്ചേസ് ചെയ്തോടെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് സംശയം എന്തുണ്ടെങ്കിലും 8281223366 പറഞ്ഞ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. അപ്പൊ ഇതാണ് മക്കളെ സ്റ്റാൻഡേർഡ്സ്. നന്നായി പഠിക്കാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ, ഓക്കെ, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, ജോലി നേടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, നമുക്ക് ക്ലാസ്സിൽ കാണാം. അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് ജോലി നേടാം. നമുക്ക് ക്ലാസ്സിൽ കാണാം.